ദയവായി പൊതുവേദി വിളിക്കാതിരിക്കുക എന്ന് പറയാനുള്ളൂ. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ CPM-ന്റെ നിലപാട് എല്ലാ കാലവും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട് എല്ലാ കാലവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമാണ്. അതിനെതിരെയുള്ള നീക്കങ്ങളിലൊക്കെ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള പാർട്ടിയാണ്. അവരാണിപ്പോൾ ഒരു പരാതിയിൽ കേസെടുത്തിരിക്കുന്നു, മെറ്റയ്ക്ക് വരെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. രചയിതാവിനെതിരെ അതോടൊപ്പം തന്നെ ആ പാട്ടു പാടിയവർക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുന്നു. എന്താണ് ഇവരെ ഇത്ര ഭയപ്പെടുത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, പോലീസ് നിയമമാക്കി അതിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങളെ മുഖത്ത് നോക്കി ഈ പാട്ട് പാടുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കും. ശക്തമായ നടപടി ഞങ്ങളെ കൈയോടും കാലോടും ഞങ്ങൾ കളിക്കുകയും ചെയ്യും. അത് ഈ നാട്ടിലെ പാട്ട് പാടുന്ന ആളുകൾക്ക് താങ്കളുടേത് ഇടതുപക്ഷ നിലപാടാണെന്ന് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഇടതുപക്ഷക്കാരനാണെന്നൊക്കെയാണ് ഇത്രയും കാലം അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ നിലപാടാണ്. ഈ പാട്ടിൽ എവിടെയാണ് താങ്കൾ ആളുകളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ ഒന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു നീക്കമാണ്. ആരുടെ വക്കാലത്ത് വേണ്ട? ഈ നാട്ടിലെ നിയമം പാലിക്കാതെ ഈ നാട്ടിൽ ആരെയും ഭീഷണിപ്പെടുത്താമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൈകാര്യം ചെയ്യുന്നവരെ താങ്കൾ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ്? ജയിലിൽ കിടക്കുന്നുണ്ട്. സ്വന്തം നാട്ടിലുള്ള സഹാക്കളെ തീർത്ത് കൂട്ടിക്കെട്ടിയിട്ട് പറയേണ്ട ആവശ്യം എന്താ? എന്താണ് മൊത്ത സഹാക്കളെ കൂട്ടിക്കെട്ടി സ്വാഭാവികമായും പറയില്ലേ? സംശയം എന്താണ് പറയുമെന്നുള്ളതിന്? ഇടതുപക്ഷം വരുന്നപ്പോഴല്ലേ അവിടുന്ന് സ്വർണം മോഷണം പോയത്? സ്വാഭാവികമായും പറയും. രാഷ്ട്രീയമായി പറയുന്നത് നേരിടാൻ കൂടി കഴിവ് വേണം. അങ്ങനെയാണ് ഇത്രയും കാലവും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അയ്യപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ പറയുന്നതിന് എന്താണ് കുഴപ്പം? അത് കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾ മറുപടി പറയണം, അല്ലാതെ കയ്യൂക്ക് കാണിക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ പോലീസിനെ വെച്ച് കേസെടുക്കല്ല വേണ്ടത്. ഇങ്ങോട്ട് വന്നാലും പാട്ടും കൊണ്ട് എന്താണ് അസലായിട്ട് പ്രതികരിക്കുകയും ചെയ്യും, അടിക്കണ്ടെന്ന് അടിക്കുകയും ചെയ്യും. ശരി, നടക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വേണം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ശത്രുക്കളെന്നത്. പ്രത്യേകം തന്നെ ഇത്തരം ഇടതുപക്ഷക്കാരെന്ന് വ്യാജേന നിൽക്കുന്ന ഇത്തരം ആളുകൾ എല്ലാ കാലത്തും ഏത് പാർട്ടിക്കായാലും അവരെ കൊണ്ടുള്ള ബാധ്യതയാണ് ഈ പാർട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നത്. ശരി കുഞ്ഞഹമ്മദ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഒരു പാട്ടിനെതിരെ ഒരാൾ പരാതി കൊടുക്കുന്നു. ഏതോ ഒരു തിരുവാഭരണ സംരക്ഷണ പാതാ സംരക്ഷണ സമിതി എന്നോ എന്തൊക്കെ പറഞ്ഞ ഒരു സംഘടനയുടെ ഒരാൾ പരാതി കൊടുക്കുന്നു. ഉടനെ തന്നെ രാജു അബ്രഹാം പറയുന്നു, അയ്യോ അത് ഞങ്ങൾക്ക് ഈ പാട്ട് കേട്ട് മതവികാരം വ്രണപ്പെട്ടു പോയി എന്ന് പറയുന്നു. പോലീസ് FIR ഇടുന്നു ഗാനരചയിതാവിനെതിരെ, അതിൻ്റെ പാട്ട് പാടിയവർക്കെതിരെയൊക്കെ. ഇതൊരു ഇടതുപക്ഷ നയമാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അപ്പോ കിരൺ സാറിനോട് ഒന്ന് പറയാം. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് പല പാട്ടുകളൊക്കെ ഉണ്ടാവും. ആ പാട്ടിനൊന്ന് നമ്മളെല്ലാരും അത് പല പാർട്ടിക്കാരും പല രീതിയിലാക്കിക്കാണ്ട് ആ പാടണ്ടേ. അപ്പൊ ഇത് ഒരു ശാസ്താവിന്റെ പേരിലായി എന്നുള്ളതാണ് അവര് കേസെടുക്കാനുള്ള കാരണം വന്നത്. മറ്റുള്ള അപേക്ഷ കൊടുത്തതിന്റെ ശേഷം അത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഗതി വച്ചാൽ അതൊരു മോശമാണെന്നുള്ള അഭിപ്രായം എന്റെ അടുത്തില്ലേ. എന്ത് മോശമായെന്നുള്ളത്? കേസെടുത്തതോ അതോ? അതായത് ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ ആ കാര്യത്തിൽ ഇടപെട്ടത് പോലെ അന്വേഷണത്തിൽ കേസെടുത്തതിൽ തെറ്റില്ല. പക്ഷെ അതിന് ഇനി സമയം കളയണ്ട എന്നുള്ളത് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇത്തരം ഒരു വിഷയത്തിൽ ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കേസെടുക്കുന്ന വിഷയം അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ആ കാര്യത്തിൽ ഇടതുപക്ഷ നിലപാടുകാർക്ക് പൊതുവെ ഉണ്ടാവുമെന്ന് ജനം കരുതുന്ന ഒരു നിലപാട്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വിശ്വാസിയുടെ മതവികാരം ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് വ്രണപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എത്രയോ ഭക്തിഗാനങ്ങളിൽ, എത്രയോ സിനിമാ പാട്ടുകളിലൊക്കെ ഈ രാഷ്ട്രീയ പാരഡികൾ, അല്ലാത്ത പാരഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേട്ടും ചൊല്ലിയും ഒക്കെ വളർന്ന തലമുറയാണ് കേരളത്തിലുള്ള. അവർക്ക് ആർക്കും ഒരു കാലത്തും അതോടെയൊന്നും വികാരം വ്രണപ്പെട്ടിട്ടില്ല. ആ വികാരം വ്രണപ്പെട്ടു, അത് പാടില്ല എന്നൊക്കെ ഇടതുപക്ഷക്കാർ പറയുമ്പോൾ ആണ് കൂടുതൽ അതിനെ ഒരു ചരിത്രപരമായ തമാശ എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ ഒരു നിലപാടല്ല ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ഉണ്ടായിരുന്നത്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? മതവികാരം വ്രണപ്പെടുക, ശക്തിപ്പെടുക. ഏതാ പാട്ട് എഴുതി പാടി പാട്ട് ഗ്രഹിക്കാൻ കൊടുക്കണ്ട കേട്ടോ. അത് മുല്ല അന്യവസ്ഥപ്പെട്ട ഒരാളുടെ നല്ല സൂപ്പറായിട്ട് പോലും പാടിയേക്കണം, എഴുതിയേക്കണം. ഹിന്ദുക്കൾക്ക് പോലെ അതുപോലെ പാടാൻ പറ്റില്ല, അത് കാര്യം പറയാമല്ലോ. പിന്നെ ഈ സ്വരാജൊക്കെ സ്വരാജൊക്കെ പറഞ്ഞേക്കണ എന്താ, നമുക്ക് ഇവിടെ ഇതിനകത്തൂടെ പറയാൻ പറ്റില്ല, കൂട്ടി വൃത്തിയോടെ പറഞ്ഞേക്കണം. പിന്നെ ആ ഇയാള് ഷംസീർ സ്പീക്കർ അപ്പോഴൊന്നും ഇവർ പറഞ്ഞു ഇതിനെ പറഞ്ഞ് ഭക്തിയാണല്ലേ പഠിക്കണേ, എന്നിട്ട് വേറെ വൃത്തിയോടൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പെടുവാണെങ്കിൽ പറഞ്ഞപ്പെട്ടോട്ടെ. അപ്പൊ ഇവർക്ക് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിന് വല്ല ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ ഒരു കേസും കെട്ടിപ്പിടിച്ചു വന്നേക്ക് തോറ്റു കഴിഞ്ഞിട്ട് പോയി പണി നോക്കാൻ പറയാനേ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ശരി, പാട്ട് എഴുതിയ സൂപ്പറായിട്ടുണ്ടായാലും. ശരി, ഓക്കെ. ശ്രീ സജിയാണ് കൊല്ലത്തുനിന്നാണ്. ശ്രീ സജി,
ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു തീവ്ര മത നിലപാടുകാരൻ, മതമൗലികവാദി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ രീതി അങ്ങനെ